Welcome all. Here we are going to discuss about bounded sequences and tails of sequences. ആദ്യം bounded sequences. അതിൽ ഒരു സീക്വൻസ് xn bounded above എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു റിയൽ നമ്പർ എമ്മിനെ കണ്ടുപിടിക്കാൻ പറ്റണം such that xn less than or equal to m for every n element of n. അതായത് സീക്വൻസിലുള്ള എല്ലാ ടേംസിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു റിയൽ നമ്പറിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ആ സീക്വൻസിനെ നമ്മൾ ബൗണ്ടഡ് എബവ് എന്ന് പറയും. ഇതുപോലെ സീക്വൻസിലുള്ള എല്ലാ ടേംസിനേക്കാളും താഴെ നിൽക്കാൻ പറ്റുന്ന ഒരു റിയൽ നമ്പറിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ ആ സീക്വൻസിനെ ബൗണ്ടഡ് ബിലോ എന്ന് പറയും. ഇത് രണ്ടും കിട്ടുകയാണെങ്കിൽ, അതായത് ബൗണ്ടഡ് എബവ് ആയിട്ടും ബൗണ്ടഡ് ബിലോ ആയിട്ടും നമുക്ക് കിട്ടുകയാണെങ്കിൽ രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്കൊരു റിയൽ നമ്പറിനെ ക്യാപിറ്റൽ എമ്മിനെ കണ്ടുപിടിക്കാൻ പറ്റും സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ഫോർ എവറി n എലമെൻറ്റ് ഓഫ് n. അങ്ങനെ ഒരു റിയൽ നമ്പറിനെ എമ്മിനെ കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വി സേ ദാറ്റ് ദ സീക്വൻസ് xn ഈസ് ബൗണ്ടഡ്. ഓക്കെ, എക്സാമ്പിൾസിലേക്ക് നോക്കാം. ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്ന സീക്വൻസ് 1/n ആണ്. 1/n എന്ന് പറയുന്ന സീക്വൻസ് നമ്മൾ റിയൽ ലൈനിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം 0ക്കും 1ൻ്റെയും ഇടയ്ക്കാണ്, 1 ഉൾപ്പെടെ ഇടയ്ക്കാണ് സീക്വൻസിലെ എലമെൻറ്റ്സ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 1 ഒരു അപ്പർ ബൗണ്ടായിട്ട് ആക്ട് ചെയ്യും. അതുപോലെ 1ന് ശേഷമുള്ള 1ൻ്റെ റൈറ്റ് സൈഡിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ഒരു അപ്പർ ബൗണ്ടായിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ബൗണ്ടഡ് എബവ് ആയിട്ട് ഈ സീക്വൻസിനെ കാണാൻ പറ്റും. ഇനി 0 എന്ന് പറയുന്നത് ഈ സീക്വൻസിലുള്ള എല്ലാ എലിമെൻസിൻ്റെയും താഴെയാണ്. ദാറ്റ് മീൻസ് 0 ഒരു ലോവർ ബൗണ്ടാണ്. അതുപോലെ 0ന് ലെഫ്റ്റിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ഈ സീക്വൻസിന് ഒരു ലോവർ ബൗണ്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ സീക്വൻസ് ബൗണ്ടഡ് ബിലോയുമാണ് ബൗണ്ടഡ് എബവുമാണ്. രണ്ടും കൂടെ ചേർത്താൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ സീക്വൻസ് ബൗണ്ടഡ് ആണ്. 1/n എന്ന് പറയുന്ന സീക്വൻസ് ബൗണ്ടഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ക്യാപിറ്റൽ എമ്മിനെ എങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് 1/n ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ആകുന്ന രീതിയിൽ അല്ലേ. നമുക്കറിയാം മോഡുലസ് ഓഫ് 1/n എന്ന് പറയുന്നത് 1നേക്കാൾ താഴെയാണ്, അതുപോലെ 0നേക്കാൾ മുകളിലാണ്. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് 1/n എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എഴുതി കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് -1നും 1നും ഇടയ്ക്കാണെന്നാണ് വരിക. ഇറ്റ്സ് ഓക്കെ, കാരണം -1ൻ്റെയും 0ൻ്റെ ഇടയിൽ ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് അങ്ങനെ ഒരു ലോവർ ബൗണ്ട് 0യുടെ താഴെയുള്ള എല്ലാ റിയൽ നമ്പേഴ്സിനെയും നമുക്ക് ലോവർ ബൗണ്ടായിട്ട് എടുക്കാമെന്നാണല്ലോ. അപ്പോൾ അതിൽ -1 എടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? മോഡുലസ് ഓഫ് 1/n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എഴുതാം. അപ്പോൾ ആ ക്യാപിറ്റൽ എം ആയിട്ട് നമുക്ക് 1ന് എടുക്കാം. ഓക്കെ, അപ്പോൾ 1/n എന്ന് പറയുന്ന സീക്വൻസ് ബൗണ്ടഡ് ആണ്. ഇനി അടുത്ത എക്സാമ്പിളായിട്ട് വരുന്നത് നാച്ചുറൽ നമ്പേഴ്സാണ്. നാച്ചുറൽ നമ്പേഴ്സ് നമുക്കറിയാം 1 2 3 4 എക്സെട്ര. അത് ലോവർ ബൗണ്ട് ഉണ്ട്, അതായത് ബൗണ്ടഡ് ബിലോ ആണ്. 1 ഒരു ലോവർ ബൗണ്ടായിട്ട് ആക്ട് ചെയ്യും. അതുപോലെ 1ന് താഴെയുള്ള ഏതൊരു റിയൽ നമ്പറും ലോവർ ബൗണ്ടായിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് ബൗണ്ടഡ് ബിലോ ആണ്. പക്ഷേ അത് ബൗണ്ടഡ് എബോവ് അല്ല. കാരണം നമുക്ക് ഈ പറഞ്ഞ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ എല്ലാത്തിൻ്റെയും മുകളിൽ നിൽക്കുന്ന ഒരു റിയൽ നമ്പറിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതുകൊണ്ട് ഇത് ബൗണ്ടഡ് ബിലോ മാത്രമാണ്, പക്ഷേ ബൗണ്ടഡ് എബോവ് അല്ല. അപ്പോൾ നമുക്ക് സീക്വൻസ് ബൗണ്ടഡ് ആയിട്ട് പറയാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് അൺബൗണ്ടഡ്. ഓക്കെ, അടുത്ത സീക്വൻസ് ആയിട്ട് വരുന്നത് -1n. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് -1 1 -1 1 എന്ന് പറയുന്ന സീക്വൻസ് ആണ്. അപ്പോൾ ഇതിൽ സീക്വൻസിലെ ടേംസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ കൂടെ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേംസേ ഉള്ളൂ ഇതിൽ, 1ഉം -1ഉം. സോ ക്ലിയർലി ഇറ്റ് ഈസ് ബൗണ്ടഡ് അല്ലേ. 1 ഒരു അപ്പർ ബൗണ്ടാണ്. അതുപോലെ 1ന് ശേഷമുള്ള എല്ലാ റിയൽ നമ്പേഴ്സും അപ്പർ ബൗണ്ടുകളാണ്. സോ ബൗണ്ടഡ് എബവ് ആണ്. അതുപോലെ -1 ഒരു ലോവർ ബൗണ്ടാണ്. -1ന് ലെഫ്റ്റിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ലോവർ ബൗണ്ടുകളാണ്. അതുകൊണ്ട് അത് ബൗണ്ടഡ് ബിലോയുമാണ്. രണ്ടും കൂടെ ചേർത്താൽ നമുക്ക് ബൗണ്ടഡ് ആയിട്ട് പറയാം. ആൻഡ് ദെൻ ഫോർത്ത് വൺ -1n × n എന്ന് പറയുന്ന സീക്വൻസ് ആണ്. അത് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് -1 2 -3 4 -5 6 അങ്ങനെയാണ് കിട്ടുക എക്സെട്ര. ഇപ്പോൾ ഇത് നമ്മൾ റിയൽ ലൈനിൽ പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും റിയൽ ലൈനിൻ്റെ റൈറ്റ് സൈഡിലേക്കും അതുപോലെ ലെഫ്റ്റ് സൈഡിലേക്കും നമ്മുടെ പോയിൻറ്റ്സ് ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ പറ്റും. സോ ഇത് നമുക്ക് ബൗണ്ടഡ് എബോവ് ആയിട്ടും ബൗണ്ടഡ് ബിലോ ആയിട്ടും കാണാനായിട്ട് പറ്റില്ല. രണ്ട് ബൗണ്ടുകൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. സോ ദിസ് സീക്വൻസ് ഈസ് അൺബൗണ്ടഡ്. Next we have a theorem, very important theorem. കൺവേർജൻറ്റ് സീക്വൻസ് എപ്പോഴും ബൗണ്ടഡ് ആയിരിക്കും. അതായത് ഒരു സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് കൺവേർജൻ്റ് ആണെങ്കിൽ അതെപ്പോഴും ബൗണ്ടഡ് ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ കോൺവേഴ്സ്, അതായത് ബൗണ്ടഡ് ആയതുകൊണ്ട് കൺവേർജൻ്റ് ആകണം എന്നില്ല. അത് കോൺവേഴ്സ് ട്രൂ അല്ല.
എന്നാണ് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ തിയറത്തിൻ്റെ പ്രൂഫ് നോക്കാം. ആദ്യം നമ്മുടെ കയ്യിൽ എക്സ് എന്ന് പറയുന്നൊരു സീക്വൻസ് ഉണ്ട്. അത് കൺവേർജൻ്റ് ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അത് ബൗണ്ടഡ് ആണെന്നാണ്. ഓക്കെ, അപ്പോൾ കൺവേർജൻ്റ് ആയതുകൊണ്ട് അതിന് നമുക്ക് ലിമിറ്റ് ഉണ്ടായിരിക്കും. ആ ലിമിറ്റിന് നമ്മൾ എക്സ് എന്ന് പേര് വിളിക്കുകയാണ്. ഇനി നമ്മൾ കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുകയാണ്. ഏത് എപ്സിലോൺ എടുത്താലും നമുക്കൊരു നാച്ചുറൽ നമ്പർ കിട്ടുന്നതാണ്. നമ്മൾ എപ്സിലോൺ 1 ആയിട്ട് ചൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെഫിനിഷൻ പ്രകാരം ഈ പറയുന്ന എപ്സിലോൺ ഈക്വൽ ടു 1 കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നാച്ചുറൽ നമ്പർ കെനെ കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ 1 ആണ് ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. Okay, that is modulus of x n minus x is less than 1 for every n greater than or equal to k. That is equation number 1. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ഷോ ചെയ്യേണ്ടത് എക്സ് എൻ ബൗണ്ടഡ് ആണെന്നല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ക്യാപിറ്റൽ എമ്മിനെയാണ്. സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ഫോർ എവറി എൻ എലമെൻറ്റ് ഓഫ് എൻ. സീക്വൻസിലുള്ള എല്ലാ ടേംസിനെയും വെച്ചിട്ടാണ് നമുക്കത് പറയേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ കാൽക്കുലേറ്റ് ചെയ്യാണ്. അതിൽ നമ്മളൊരു ടേം എക്സ്ട്രാ ആഡ് ചെയ്യുന്നു, മൈനസ് ചെയ്യുന്നു. അത് എക്സ് ആണ്. That is modulus of xn is equal to modulus of xn minus x plus x. എന്നിട്ട് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി യൂസ് ചെയ്തിട്ട് ഈ മോഡുലസിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് എൻ മൈനസ് എക്സ് പ്ലസ് മോഡ് എക്സ് എന്ന് വരും. ഇതിൽ മോഡ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ 1 എന്നുള്ളത് ഓൾറെഡി ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എഴുതിയിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ക്വാണ്ടിറ്റി ലെസ് ദാൻ 1 പ്ലസ് മോഡ് എക്സ് എന്ന് കിട്ടും ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ഓക്കെ, അത് നോട്ട് ചെയ്യണം പ്രത്യേകിച്ച്. കാരണം ഈ പറഞ്ഞൊരു ഇനീക്വാളിറ്റി ട്രൂ ആയിട്ട് നിൽക്കുന്നത് ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെക്ക് മാത്രമാണ്. അതായത് കെ മുതലുള്ള നാച്ചുറൽ നമ്പേഴ്സിനാണ് ഇത് ട്രൂ ആയിട്ടുള്ളൂ. ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത് ട്രൂ ആയിട്ടുള്ളൂ. അതായത് മോഡ് എക്സ് എൻ ലെസ് ദാൻ 1 പ്ലസ് മോഡ് എക്സ് എന്ന് പറയുന്നത്, അതായത് മോഡ് എക്സ് എൻ ലെസ് ദാൻ 1 പ്ലസ് മോഡ് എക്സ് എന്ന് പറയുന്നത് കെ മുതലുള്ള നാച്ചുറൽ നമ്പേഴ്സിന് മാത്രമേ ട്രൂ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ക്യാപിറ്റൽ എം ആയിട്ട് 1 പ്ലസ് മോഡ് എക്സിന് എടുക്കാനായിട്ട് പറ്റില്ല. കാരണം നമുക്ക് വേണ്ട ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് സീക്വൻസിലുള്ള എല്ലാ ടേംസിൻ്റെയും മുകളിലായിരിക്കണം. പക്ഷേ ഇവിടെ കെ മുതലുള്ള ടേംസിൻ്റെ മുകളിലുള്ള നമ്പറാണ് ഈ 1 പ്ലസ് മോഡ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ പറയാറായിട്ട് ക്യാപിറ്റൽ എമ്മിനെ സെലക്ട് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. അതായത് കെക്ക് മുകളിലുള്ള നാച്ചുറൽ നമ്പേഴ്സിനാണ് ഇക്വേഷൻ നമ്പർ 2 ട്രൂ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കെ വരെയുള്ള നമ്മുടെ സീക്വൻസിലെ ടേംസിനെ കൺസിഡർ ചെയ്യാണ്. അതായത് x1 ഉണ്ട്, x2 ഉണ്ട്, എക്സെട്ര xk-1 വരെയുള്ള ആൾക്കാരെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അവരുടെ എല്ലാം മോഡുലസ് വാല്യൂ കൺസിഡർ ചെയ്യുന്നു. ആ മോഡുലസ് വാല്യൂ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള 1 പ്ലസ് മോഡ് എക്സ് എന്ന് പറയുന്ന നമ്പറും ഇക്വേഷൻ നമ്പർ 2 1 പ്ലസ് മോഡ് എക്സ് എന്ന് പറയുന്ന നമ്പറും ഈ പറഞ്ഞ എല്ലാവരിലും വെച്ച് ആരാണോ മാക്സിമം അതിന് നമ്മൾ ക്യാപിറ്റൽ എം എന്ന് നെയിം കൊടുക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ കെ എന്ന് പറയുന്ന ഒരു 10 ആണെന്ന് വിചാരിക്കൂ. അപ്പോൾ 10 മുതലുള്ള ടേംസ് എല്ലാവരും 1 പ്ലസ് മോഡ് എക്സിൻ്റെ താഴെയാണ്. ഓക്കെ, ഇനി 10ന് താഴെയുള്ള അതായത് x1, x2, x3, എക്സെട്ര x9 വരെയുള്ള ആൾക്കാരുടെ മോഡുലസ് വാല്യൂ കൺസിഡർ ചെയ്യുന്നു. ആ മോഡുലസ് വാല്യൂകൾ ഹയർ ആയിട്ടുള്ളത് x9 വരെയുള്ള മോഡുലസ് വാല്യൂസും പിന്നെ ഈ 1 പ്ലസ് മോഡ് എക്സ് എന്ന് പറയുന്ന മോഡുലസ് വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ അതിലുള്ള ഏറ്റവും വലുത് 1 പ്ലസ് മോഡ് എക്സ് ആണെങ്കിൽ ഓഫ് കോഴ്സ് 1 പ്ലസ് മോഡ് എക്സിനെ തന്നെ നിങ്ങൾക്ക് ക്യാപിറ്റൽ എം ആയിട്ട് എടുക്കാം. അതല്ല ഇനി താഴെയുള്ള x1, x2, എക്സെട്ര xk-1 ആരുടെയെങ്കിലും മോഡുലസ് ആണ് വലുതെന്നുണ്ടെങ്കിൽ അയാളെ നമ്മൾ എം ആയിട്ട് എടുക്കണം. അങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ക്ലിയർലി മോഡുലസ് ഓഫ് എക്സ് എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ് ഫോർ എവറി എൻ എലമെൻറ്റ് ഓഫ് എൻ എന്ന് പറയാൻ പറ്റും. അതായത് കെ മുതൽ മുകളിലേക്കുള്ള എല്ലാ ആൾക്കാരുടെയും ബൗണ്ടാണ് 1 പ്ലസ് മോഡ് എക്സ് എന്ന് പറയുന്നത്. കെക്ക് താഴെയുള്ള ആൾക്കാരെ നമ്മൾ കൺസിഡർ ചെയ്തു, അവരുടെ മോഡുലസും കൂടെ കൺസിഡർ ചെയ്തു. ഈ പറയുന്ന 1 പ്ലസ് മോഡ് എക്സുമായിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ മാക്സിമം ആയിട്ട് നമ്മൾ എം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ എമ്മിനെ വെച്ചിട്ട് എന്ത് എഴുതാൻ പറ്റും? മോഡുലസ് ഓഫ് എക്സ് എൻ എന്ന് പറയുന്നത് ഈ എമ്മിനേക്കാൾ താഴെയാണ് ഫോർ എവറി എൻ എലമെൻറ്റ് ഓഫ് എൻ. എല്ലാ സീക്വൻസിലുള്ള എല്ലാ എലമെൻറ്റ്സിൻ്റെയും മുകളിലാണ് ഈ എം എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബൈ ഡെഫിനിഷൻ എക്സ് എന്ന് പറയുന്ന സീക്വൻസ് ബൗണ്ടഡ് ആയിട്ട് കിട്ടി. ദാറ്റ് മീൻസ് കൺവേർജൻ്റ് ആണെങ്കിൽ ബൗണ്ടഡ് ആയിരിക്കും സീക്വൻസ്. ഓക്കെ, ഇനി ഇതിൻ്റെ കോൺവേഴ്സ് ട്രൂ ആവണമെന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു സീക്വൻസ് ബൗണ്ടഡ് ആയതുകൊണ്ട് കൺവേർജൻ്റ് ആകണമെന്നില്ല. അതിൻ്റെ എക്സാമ്പിളാണ് -1 എന്ന് പറയുന്ന സീക്വൻസ്. ആ സീക്വൻസ് നമുക്കറിയാം ക്ലിയർലി ബൗണ്ടഡ് ആണ്, പക്ഷേ അത് കൺവേർജൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ അത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറാണ്. സീക്വൻസ് കൺവേർജൻ്റ് ആണെങ്കിൽ ബൗണ്ടഡ് ആണ് എന്ന് പറയുന്നത്. Next we have to consider the concept tails of sequences. ഒരു സീക്വൻസിൻ്റെ ടെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ x=x എന്ന് പറയുന്ന ഒരു സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. സീക്വൻസിലെ ടേംസ് x1, x2, x3, എക്സെട്ര. ഓക്കെ, അപ്പോൾ അതിന് ഒരു എം ടെയിൽ, എം എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എം ടെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ എം ആൾക്കാരെ മാറ്റി വയ്ക്കുക, ബാക്കിയുള്ള ആൾക്കാർ
അവരുടെ സീക്വൻസ്, അതാണ് എം ടെയിൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എക്സ് എം നൊട്ടേഷൻ അങ്ങനെയാണ് വരുന്നത്. എക്സ് എം ദാറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ദ സീക്വൻസ് ഓഫ് ഓൾ എക്സ് എം പ്ലസ് എൻ വേർ എൻ എലമെൻറ്റ് ഓഫ് എൻ. അതായത് സീക്വൻസിലെ ടേംസ് ആയിട്ട് വരുന്നത് m+1th ടേം മുതലുള്ള ആൾക്കാരാണ്. അതാണ് എം ടെയിൽ എന്ന് പറയുന്നത്. അതായത് ടെയിൽ എന്നുള്ള മീനിങ് തന്നെ വാല് എന്നുള്ളൊരു മീനിങ് തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ എം ആൾക്കാർ മാറ്റി വെച്ച് ബാക്കിയുള്ള ഭാഗം അതാണ് എം ടെയിൽ കേട്ടോ. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. ഒരു സീക്വൻസ് അവിടെ എഴുതിയിട്ടുണ്ട്. ഈവൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ് 2, 4, 6, 8, 10 എക്സെട്ര. ഇതിൽ 3 ടെയിൽ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 3 പേരെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ, അതായത് 2, 4, 6 അവരെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതാണ് 3 ടെയിൽ. അതായത് 8 മുതൽ 8, 10, 12 എക്സെട്ര. അങ്ങനെയാണെങ്കിൽ അവരുടെ ജനറൽ ടേം എന്ന് പറയുന്നത് എന്താണ്? 2n+6 ആണ് വരാം. ഓക്കെ. ഇനി 5 ടെയിൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 5 പേരെ മാറ്റി വെച്ചിട്ട്, അതായത് 10 വരെയുള്ള ആൾക്കാരെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ 12 മുതൽ തുടങ്ങുന്നതാണ് അതിൻ്റെ 5 ടെയിൽ എന്ന് പറയുന്നത്. 12, 14, 16 എക്സെട്ര. ജനറൽ ടേമായിട്ട് വരുന്നത് 2n+10 ആണ്. ഓക്കെ. അപ്പോൾ ഇതാണ് ടെയിൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇനി നമുക്കൊരു തിയറം ഉണ്ട് ഈ ഭാഗത്ത്. അതായത് ഒരു സീക്വൻസ് എക്സ് എൻ കൺവെർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ എല്ലാ ടെയിലുകളും അതേ പോയിന്റിലേക്ക് തന്നെ കൺവെർജൻ്റ് ആണ് എന്നാണ് തിയറം പറയുന്നത്. ഓക്കെ. എക്സ് എന്ന് പറയുന്ന ഒരു റിയൽ സീക്വൻസ്, എം എലമെൻറ്റ് ഓഫ് എൻ, ദെൻ എം ടെയിൽ എക്സ് എം ഓഫ് എക്സ് കൺവെർജസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് കൺവെർജസ്. ഇൻ ദിസ് കേസ് ലിമിറ്റ് എക്സ് എം ഈക്വൽ ടു ലിമിറ്റ് എക്സ്. ഓക്കെ. അപ്പോൾ ഒരു സീക്വൻസ് കൺവെർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ എല്ലാ ടെയിലുകളും അതേ പോയിന്റിലേക്ക് തന്നെ കൺവെർജൻ്റ് ആയിരിക്കും. അതുപോലെ എല്ലാ ടെയിലുകളും കൺവെർജൻ്റ് ആണെങ്കിൽ, ഒരു പോയിന്റിലേക്ക് കൺവെർജൻ്റ് ആണെങ്കിൽ ഒറിജിനൽ സീക്വൻസും അവിടേക്ക് തന്നെ കൺവെർജൻ്റ് ആയിരിക്കും എന്നാണ് തിയറം. അപ്പോൾ പ്രൂഫിൽ നമുക്ക് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആയതുകൊണ്ട് രണ്ട് സൈഡും പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു കാര്യം നോട്ട് ചെയ്യാനായിട്ട് നോക്കുകയാണ് ഇവിടെ. നമ്മുടെ സീക്വൻസ് എക്സ് എന്ന് പറയുന്ന സീക്വൻസ്, അതായത് x1, x2, x3, x4 ജനറൽ ടേം എക്സ് എൻ എക്സെട്ര എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ എം ടെയിൽ എന്ന് പറയുന്നത് സീക്വൻസ് എക്സ് എം പ്ലസ് എൻ ആണ്. ദാറ്റ് ഈസ് എക്സ് എം പ്ലസ് 1 മുതൽ ഉള്ള ആൾക്കാർ. അപ്പോൾ ജനറൽ ടേം ആയിട്ട് വരുന്നത് എക്സ് എം പ്ലസ് എൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടെയിലിൻ്റെ എം ടെയിലിൻ്റെ പീത്ത് ടേം എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഇവിടുത്തെ പീത്ത് ടേം എന്ന് പറഞ്ഞാൽ എക്സ് എം പ്ലസ് പി ആണ്. ഓക്കെ. എക്സ് എം പ്ലസ് പി എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ സീക്വൻസിൻ്റെ എത്രാമത്തെ ടേം ആയിരിക്കും? എം പ്ലസ് പീത്ത് ടേം ആയിരിക്കും അല്ലേ? അപ്പോൾ അതാണ് അവിടെ എഴുതിയിരിക്കണേ. സോ പീത്ത് ടേം ഓഫ് എക്സ് എം ഈസ് ഈക്വൽ ടു പി പ്ലസ് എംത്ത് ടേം ഓഫ് എക്സ്. ഒറിജിനൽ സീക്വൻസിൻ്റെ പി പ്ലസ് എംത്ത് ടേം ആയിരിക്കും. അതുപോലെ നമ്മുടെ ഒറിജിനൽ സീക്വൻസിൻ്റെ ക്യൂത്ത് ടേം, ഒറിജിനൽ സീക്വൻസ് എക്സ് ആണ്, അതിൻ്റെ ക്യൂത്ത് ടേം എന്ന് പറയുമ്പോൾ ആ ക്യൂ എമ്മിനേക്കാൾ മുകളിലായിരിക്കണം കേട്ടോ. അതിൻ്റെ ക്യൂത്ത് ടേം എന്ന് പറയുമ്പോൾ അത് എക്സ് എമ്മിനെ സംബന്ധിച്ച് എത്രാമത്തെ ടൈം ആയിരിക്കും? എക്സ് എമ്മിൽ ആദ്യത്തെ എം ആൾക്കാർ മാറ്റിയിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ക്യൂത്ത് ടേം എന്ന് പറയുന്നത് ഇവിടെ ക്യൂ മൈനസ് എംത്ത് ടേം ആയിരിക്കും എം ടെയിലിൽ കാണാൻ പറ്റുക. ഓക്കെ. അപ്പോൾ ആ ഒരു പൊസിഷൻ്റെ ആ ഒരു പ്രത്യേകതയാണ് ഇവിടെ നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ അസ്യൂം ചെയ്യാൻ പോവാണ് നമ്മുടെ പ്രൂഫിലേക്ക് വേണ്ടിയിട്ട്. ഒരു ഭാഗം അസ്യൂം ചെയ്യുന്നു, അതായത് നമ്മുടെ സീക്വൻസ് എക്സ് കൺവെർജസ് ടു സ്മോൾ എക്സ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. നമുക്ക് എം ടെയിലുകളെല്ലാം ഇതേ സ്മോൾ എക്സിലേക്ക് കൺവെർജ് ചെയ്യുന്നു എന്ന് പറയണം. ഓക്കെ. ദാറ്റ് ഈസ് നമ്മൾ അസ്യൂം ചെയ്തത് ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു എക്സ് എന്നാണ്. അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ എപ്സിലോൺ ചൂസ് ചെയ്തു. Then by definition we can find a natural number k such that modulus of xn minus x is less than epsilon for every n greater than or equal to k. ഓക്കെ. ഇനി ഇവിടെ n എന്ന് പറയുന്ന സഫിക്സിന് പകരം നമ്മൾ n+m എന്ന് റീപ്ലേസ് ചെയ്യാണ്. അപ്പോൾ എന്ത് കിട്ടും? മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് എം മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവറി n+m ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. അതായത് n-ന് പകരം നമ്മൾ n+m വെച്ചിട്ട് റീപ്ലേസ് ചെയ്ത് എഴുതി. ഓക്കെ. അടുത്ത സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്തു? ഫോർ ഓൾ എന്നുള്ള ആ ഭാഗത്ത് n-നെ മാത്രം നിർത്തി, അതായത് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k മൈനസ് എം എന്നാക്കി വെച്ചു. ഓക്കെ. ഇപ്പോൾ എന്താ നമുക്ക് കിട്ടിയിരിക്കുന്നത്? മോഡുലസ് ഓഫ് എക്സ് എം പ്ലസ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവറി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k മൈനസ് എം. ആ k മൈനസ് എം എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പറാണ്. ഓക്കെ. അതുപോലെ എക്സ് എം പ്ലസ് എൻ എന്ന് പറയുന്നത് നമ്മുടെ ടെയിലിൻ്റെ ജനറൽ ടേം ആണ്. അപ്പോൾ നമുക്കിപ്പോൾ എന്താ കിട്ടിയത്? ടെയിൽ എക്സ് എം എന്ന് പറയുന്ന എം ടെയിലുള്ള ആൾക്കാരെ വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ എഴുതി നിൽക്കുന്ന കാര്യം കമ്പയർ ചെയ്യാൻ പോകുന്നത്. അതായത് ടെയിലിലത്തെ ജനറൽ ടേമാണ് എക്സ് എം പ്ലസ് എൻ, അതും എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആണ് ഫോർ എവറി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒരു നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ ലിമിറ്റ് എക്സ് എം പ്ലസ് എൻ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലായി? എക്സിനോട് ഈക്വലായി ബൈ ദ ഡെഫിനിഷൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം എം ടെയിൽ കൺവെർജസ് ടു സ്മോൾ എക്സ്. ഒറിജിനൽ സീക്വൻസ് എവിടേക്കാണോ കൺവെർജ് ആയത് അതേ പോയിന്റിലേക്ക് തന്നെ എം ടെയിലായിട്ടുള്ള എക്സ് എമ്മും കൺവെർജ് ചെയ്തു. ഇതെല്ലാ എം ടെയിലുകൾക്കും ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇനി കോൺവേഴ്സ്ലി നമ്മൾ അസ്യൂം ചെയ്യുകയാണ് നമ്മുടെ എം ടെയിൽ എക്സ് എം കൺവെർജസ് ടു സ്മോൾ എക്സ് എന്ന് അസ്യൂം ചെയ്യുന്നു. നമുക്ക് എന്ത് പറയണം? ഒറിജിനൽ സീക്വൻസും അതേ പോയിന്റിലേക്ക് തന്നെ കൺവെർജ് ആവുന്നു എന്ന് കാണിക്കണം. ഓക്കെ.
അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് എം ടെയിൽ കൺവേർജസ് ടു സ്മോൾ എക്സ് എന്നാണ്. അപ്പോൾ അത് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു എപ്സിലോൺ ചൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ബൈ ഡെഫിനിഷൻ ഓരോ എം ടെയിലുകളും കൺവേർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്മോൾ എക്സിലേക്ക് എന്നാണ് നമ്മുടെ അസംഷൻ. അപ്പോൾ ഓരോ ടെയിലിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഓരോ നാച്ചുറൽ നമ്പേഴ്സാണ് കിട്ടുക. അതുകൊണ്ടാണ് ദർ എക്സിസ് കെ എന്ന് പറയുന്നതിന് പകരം ദർ എക്സിസ് കെ എം എലമെൻറ്റ് ഓഫ് എൻ such that modulus of xm plus n minus x is less than epsilon for every n greater than or equal to km എന്ന് എഴുതിയേക്കണത്. ഓക്കെ, അപ്പോൾ ഈ എം എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാ എം ടൈലുകളും കൺവേർജ് ചെയ്യുന്നത് സ്മോൾ എക്സിലേക്കാണ്. അപ്പോൾ ഓരോ എം ടൈലിന് കറസ്പോണ്ടിങ് ആയിട്ടും ഓരോ നാച്ചുറൽ നമ്പേഴ്സ് കെ എം ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എം എന്നുള്ള ആ ഭാഗത്ത് രണ്ട് സൈഡ് നമ്മൾ എം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫോർ എവറി എം പ്ലസ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം പ്ലസ് കെ എം എന്ന് കിട്ടും. അതിൽ കെ എം നാച്ചുറൽ നമ്പറാണ്, എം നാച്ചുറൽ നമ്പറാണ്. സോ എം പ്ലസ് കെ എം എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പറാണ്. ഇനി താഴേക്ക് നമ്മൾ എം പ്ലസ് എൻ എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിനെ നമ്മളൊരു സിംഗിൾ വേരിയബിളാക്കി മാറ്റുകയാണ്. എം പ്ലസ് എൻ എന്ന് പറയുന്ന ഒരു ജെ എന്നുള്ളൊരു വേരിയബിളാക്കിയിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്ത് എഴുതാണ്. അപ്പോൾ അടുത്ത സ്റ്റേജിൽ നമുക്ക് കിട്ടുന്നത് മോഡുലസ് ഓഫ് എക്സ് ജെ മൈനസ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവറി ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം പ്ലസ് കെ എം. ഓക്കെ, അതായത് എം പ്ലസ് എന്നിനെ മൊത്തത്തിൽ നമ്മളൊരു വേരിയബിളാക്കിയിട്ട് ജെ എന്ന് പറയുന്ന ഒരു വേരിയബിളാക്കിയിട്ട് റീപ്ലേസ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഫോർ എവറി ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം പ്ലസ് കെ എം, വേർ എം പ്ലസ് കെ എം ഇസ് എ നാച്ചുറൽ നമ്പർ. അപ്പോൾ ഫോർ എവറി ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒരു നാച്ചുറൽ നമ്പർ മോഡുലസ് ഓഫ് എക്സ് ജെ മൈനസ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ജെ എന്താണെന്നാണ്? എക്സ് ആണെന്നാണ്. ഓക്കെ, ഈ ജെ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു വേരിയബിൾ മാത്രമാണ്. അപ്പോൾ നമുക്ക് ആ എക്സ് ജെനെ നമ്മുടെ ടേംസിലേക്ക് കൊണ്ടുവരാണ്. ജെക്ക് പകരം എൻ റീപ്ലേസ് ചെയ്ത് എഴുതി കഴിഞ്ഞാലും നോ പ്രോബ്ലം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലിമിറ്റ് എക്സ് എൻ ഇസ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടി. അതായത് നമ്മുടെ ഒറിജിനൽ സീക്വൻസ് കൺവേർജസ് ടു സ്മോൾ എക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ലിമിറ്റ് എക്സ് ജെ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞപ്പോൾ ജെ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എ റെപ്രസെൻറ്റേറ്റീവ്. നമ്മുടെ സീക്വൻസിലെ ജനറൽ ടേമിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ് ഇപ്പോൾ ആ എക്സ് ജെ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ജെ അല്ല, നമ്മുടെ ഒറിജിനൽ സീക്വൻസിൽ എക്സ് എൻ ആയിരുന്നു. അപ്പോൾ ജെക്ക് പകരം എൻ ആക്കി നമ്മൾ റീപ്ലേസ് ചെയ്തതാണ്. വേറെ അവിടെ ഒരു കൺഫ്യൂഷൻസും വേണ്ട. അപ്പോൾ ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു എക്സ് എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം നമ്മുടെ ഒറിജിനൽ സീക്വൻസും കൺവേർജസ് ടു ദ സെയിം പോയിൻറ്റ് എക്സ് എന്നുള്ളതാണ്. താങ്ക് യു.